ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഇല്ലേ? അതെങ്ങോട്ടാണ് വഴിയെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അതുകൊണ്ട് ജീപ്പ് പോയ പാടൊക്കെ കിടപ്പുണ്ട്. വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സോളോ റൈഡ് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ബാംഗ്ലൂരിൽ നിന്നല്ല, ഇത് നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്കൊന്ന് ഏകദേശം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ നിന്നൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലം. അതിനുശേഷം അവിടുന്ന് സത്രം എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസാണ്. കോട്ടയം ജില്ലയിലുള്ളവർക്കറിയാം. സോ നമുക്കിവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ അടുത്തുണ്ടെന്ന് തോന്നുന്നു സത്രം വരെ. ആദ്യം പരുന്തുംപാറ പോയി പരുന്തുംപാറയിൽ നിന്ന് സത്രത്തിന് പോകാനാണ് പ്ലാൻ. ഇനി എന്തായാലും ഞാൻ നേരം വെളുത്തിട്ട് ക്യാമറ ഓൺ ചെയ്യാം. ഇപ്പം എന്തായാലും നമുക്കൊന്നും പ്രത്യേകിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം 6:10. സൺറൈസ് ഒക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് എവിടെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം മഴയില്ല. എന്താണല്ലോ ഇപ്പോഴത്തേക്ക് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ പരുന്തുംപാറയും സത്രം മാത്രമേ ഉള്ളൂ. സമയമുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളും കൂടെ കവർ ചെയ്യാമെന്നൊരു പ്ലാനുണ്ട്. കാഞ്ഞിരപ്പള്ളി എത്തി. ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ശരിക്കും നമ്മൾ എന്താ പറയുന്നത് മുകളിലോട്ട് കയറാൻ തുടങ്ങുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 19 കിലോമീറ്റർ കാണും കുട്ടിക്കാനത്തിന്. ഇവിടെ വരുമ്പോൾ തന്നെ ബോയ്സ് എസ്റ്റേറ്റ് എന്നോ മറ്റൊരു പേര് കാണാം, ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ. മല കയറാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഒരു കാഴ്ച കണ്ടോണ്ട് നിർത്തിയാണ്. എന്താ പറയുന്നത്, ഒരു ക്ലൗഡ് ബെഡ് പോലൊരു, ക്ലൗഡ് ബെഡൊന്നുമില്ല പക്ഷേ കാണാൻ രസമുണ്ട്. താഴെ മറ്റേ പൈനാപ്പിൾ തോട്ടവും റബ്ബർ തോട്ടവും ഒക്കെയാണ്. മുമ്പേ കണ്ടതുപോലെ തന്നെ ഉള്ള ഏകദേശം ഏതാണ്ട് അതുപോലെ ഇരിക്കുന്ന ഒരു സ്ഥലം വീണ്ടും ഇവിടെ. ഇത് സെൻറ്റ് ആൻ്റണീസ് കോളേജിന് മുൻപിൽ പെരുവന്താനം എന്ന് പറയുന്ന സ്ഥലം. യെസ്, വളഞ്ഞിങ്ങാനം വാട്ടർഫോൾസിനടുത്തെത്തി. അപ്പോൾ ഇവിടെ എന്താണല്ലോ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. രാവിലെ തന്നെ തിരക്കുണ്ടല്ലോ. വളഞ്ഞിങ്ങാനം വാട്ടർഫോൾസിനവിടെ ചെറിയ ബ്രേക്കൊക്കെ എടുത്തു. ഇപ്പോൾ അവിടുന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ഏകദേശം കുട്ടിക്കാനം എത്താറായെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ കുട്ടിക്കാനം എത്തി. സമയം 7:18. ഇവിടെ ആരുമില്ല കേട്ടോ. ഞാൻ ചെറുതായിട്ട് പെട്ടോന്നൊരു സംശയം, ആ പെട്രോൾ പമ്പിലെങ്ങും ആരുമില്ല. അപ്പം നമ്മളെന്നാലും കുറച്ചുകൂടെ മുമ്പോട്ട് പോവാണ്. ഇതാണ് പറയുന്നത്, ഒരു വഴിക്ക് പോകുമ്പോൾ പെട്രോൾ അടിച്ചിട്ട് പോകണമെന്ന് കേൾക്കില്ല. നമ്മുടെ പരുന്തുംപാറയ്ക്ക് കുട്ടിക്കാനം ഭാഗത്തുനിന്ന് വരുമ്പോഴത്തേക്കും പരുന്തുംപാറയ്ക്ക് തിരിയുന്ന ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ജംഗ്ഷനിൽ നിന്നൊരു 2 കിലോമീറ്റർ മറ്റോ വരുമ്പോഴത്തേക്കും ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പും കൂടെയുണ്ട്. കുട്ടിക്കാനത്തെ പമ്പ് ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം യൂസ് ചെയ്യാം.
ഏകദേശം പരുന്തുംപാറ എത്താറായി. നമ്മളിവിടെ ഒരു സ്പോട്ടിലുണ്ട് നിർത്തിയിരിക്കുകയാണ്. താഴെ പരുന്തുംപാറയുടെ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാം കേട്ടോ. ശരിക്കും പരുന്തുംപാറ എന്ന് പേര് വരാൻ കാരണമായിട്ടുള്ള ആ പാറ ഇവിടെ അടുത്താണ്. അപ്പോൾ അതും കൂടെ പോയി നോക്കിയിട്ട് നമുക്ക് പയ്യെ ഇപ്പോൾ കാരണം ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്പോട്ടിലോട്ട് എത്തി. ഇവിടെ ഇങ്ങനെ ടൈലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ കാണുന്ന ആ പാറയുടെ ഷേപ്പ് കണ്ടോ, പരുന്തിൻ്റെ തല പോലെ ഇല്ലേ? ഇവിടുന്ന് സത്രം വ്യൂ പോയിന്റ് എത്ര ദൂരം ഉണ്ടെന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ റോഡൊക്കെ എന്തായാലും അടിപൊളിയാക്കി പണിതിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് 2 സൈഡും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പം ഇഷ്ടംപോലെ ജീപ്പ് സർവീസൊക്കെ കാണും. പരുന്തുംപാറ സത്രം വ്യൂ പോയിന്റ് ഓഫ് റോഡ് റൈഡ് എന്നൊക്കെ പറഞ്ഞുണ്ട്. സത്രം റൈറ്റ് ഈ കാണുന്ന മണ്ണിട്ട് വഴിയാണ് കേട്ടോ. ഇനിയുള്ള റോഡ് കുറച്ച് മോശമായിരിക്കും. ഇത് പണ്ടും ഇതുപോലെയൊക്കെ തന്നെയാണ് കിടന്നിരുന്നത്. അത് കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല റോഡിലോട്ട് നമ്മൾ കയറും. താഴെ ലേക്ക് കാണുന്നുണ്ട്, അടിപൊളി. ഇതൊരു കിഡിലെ സ്പോട്ടാണ് കേട്ടോ. ഈ റൂട്ടിലെ അടിപൊളി സ്പോട്ടാണ് ഇത്. നമ്മളെന്തായാലും ഇവിടെ നിർത്തുന്നുണ്ട്. നമ്മളിവിടെ യു ടേൺ എടുത്ത് ചെന്ന് നേരെ വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രം പോകുന്ന റൂട്ടിലോട്ട് പോയി കയറും. യെസ്, നമ്മളങ്ങനെ സത്രം റൂട്ടിലോട്ട് കയറുകയാണ്. ഇവിടുന്ന് റൈറ്റാണ്, ലെഫ്റ്റ് പോയാൽ വണ്ടിപ്പെരിയാർ. സോ ഇവിടുത്തെ ലാൻഡ് മാർക്ക് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അമ്പലം, ഒരു പാർട്ടി ഓഫീസൊക്കെ ഉണ്ട്. സോ ഇനി ഇവിടെ നേരെ സത്രം. ഈ റൂട്ടിലൊരു ബസ്സുണ്ട് കേട്ടോ. ആരാനോടി ഉണ്ട്, കുമളിയിൽ നിന്ന് വണ്ടിപ്പെരിയാറിനെ കൊണ്ടുള്ളതാണ്. പെരിയാർ മൗണ്ട് സത്രം. സോ നമ്മൾ സത്രം വരെ പോകുന്നില്ല, അതിന് മുമ്പ് ഒരു ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റ് കയറിയാണ് നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിലോട്ട് പോകുന്നത്. ഒക്കെ ഏകദേശം 2 കിലോമീറ്റർ ആണുള്ളത്. ഇപ്പം ഞാൻ മുമ്പേ കണ്ട സ്ഥലമല്ലായിരുന്നു. ഈ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോകും. ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്, ഇത് അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങി അതിലേക്ക് കയറി പോകണം. ആ ജീപ്പിലേ വരുന്നത് നോക്കട്ടെ. കൗതുകം ലേശം കൂടുതലാണ്. ആ ഫ്രണ്ടിൽ കാണുന്ന വെള്ളത്തിലൊന്ന് വീണിട്ടുണ്ടായിരുന്നു. ഇതിൽ പുതിയ വഴി വെട്ടിയെന്ന് തോന്നുന്നു. നേരത്തെ അപ്പുറത്തൂടെ ആയിരുന്നു, അതിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരു വഴി കൂടെ നമ്മൾ കയറി പോകണം. പക്ഷേ ഏത് വഴി കൂടെ കയറും എന്നുള്ളതാണ്. ആ വഴിയേക്കാളും കുറച്ചും കൂടെ ഈസി ഇതാണ്.
ട്രിപ്പ്. ഇവിടുന്ന് തിരിച്ചു പോവാണ്. അവിടുന്ന് തിരിച്ചിറങ്ങി പോകുന്നൊരു വലിയ ടാസ്ക്കാണ്. എനിക്കൊന്ന് തിരിച്ച് ഇതിൽ ഇറങ്ങിപ്പോവാം. എൻ്റെ ഓഫ് റോഡ് മഹാമായേ കാത്തുള്ളണേ. യെസ്, ഓ രക്ഷപ്പെട്ട്. പരിപാടി നേരെ ലാഡ്രം എസ്റ്റേറ്റ്, നമ്മുടെ ചാർലി ഷൂട്ടിംഗ് ലൊക്കേഷൻ. അതിനുശേഷം ഒരു ചെറിയൊരു ഹിഡൻ സ്പോട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. ഹിഡൻ സ്പോട്ടൊന്നും അല്ല, എൻ്റെ പൊന്നോ, വാൽപ്പാറ വീഡിയോയിൽ കണ്ട പോലെ തലനാർ എസ്റ്റേറ്റ്. നമുക്കും ഉണ്ട് ഒരു എസ്റ്റേറ്റ്, പക്ഷേ പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ടൈഫോഡ് ടീ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരണം. അത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അതും ഈ തലനാർ പോലെയൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് നമ്മൾ വാഗമൺ വഴി തിരിച്ചിറങ്ങിപ്പോകാനാണ് പ്ലാൻ. നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ കണ്ട ബസ്സാണ് അത്. വണ്ടിപ്പെരിയാർ പോയിട്ട് തിരിച്ചു വന്നു. നമ്മൾ വീണ്ടും KK റോഡ് എത്തി. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ വണ്ടിപ്പെരിയാർ കുമളി, നമ്മൾ ലെഫ്റ്റ് തിരിച്ച് വീണ്ടും പീരുമേട് റോഡിലോട്ട്. എനിക്ക് തോന്നുന്നു ഈ വഴിയാന്ന് തോന്നുന്നു. ഞാനിതിൽ വന്നതായിട്ട് ചെറിയൊരു ഓർമ്മ. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങി. ഇവിടെ വരുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം പഴയ പോലെ വണ്ടികൾ ഉള്ളിലോട്ട് വിടുന്നില്ല. പണ്ടൊക്കെ നമുക്ക് ബൈക്കോ കാറൊക്കെ എടുത്തുകൊണ്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു വഴിയുടെ അങ്ങോട്ട് നമുക്ക് പോകാമായിരുന്നു. മരങ്ങളുടെ ഇടയ്ക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ ഒരു 3 മാസമായിട്ട് വണ്ടികളൊന്നും വിടുന്നില്ലെന്നാണ്. അവിടെ ഒരു പുള്ളി നിപ്പുണ്ട്, നമ്മൾ ജസ്റ്റ് ആ വഴിയിലോട്ട് കയറുന്നിടത്ത്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ആ ടൈഫോഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇനി അവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടെ 200 രൂപ കൊണ്ട് ഒരു വണ്ടിക്ക് കൊടുക്കണമെന്നൊക്കെ കേട്ടത്. എന്തായാലും പോയി നോക്കാം, 200 രൂപയ്ക്കുള്ള വകുപ്പുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ ലാഡർ എസ്റ്റേറ്റിൽ നിന്ന് മറ്റേ ടൈഫോഡ് എസ്റ്റേറ്റിലോട്ട് പോകാൻ വേണ്ടി ഞാനൊരു ഗൂഗിൾ മാപ്പ് ഇട്ട ഒരു ലൊക്കേഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മുടെ KK റോഡിലോട്ട് കണക്റ്റ് ആകുമായിരിക്കും. പക്ഷേ ഈ പോകുന്ന റൂട്ട് ഒരു വിഷയമില്ല കേട്ടോ, അടിപൊളി റൂട്ട്. ഞാനിതുവരെ ഈ ഒരു റൂട്ടിൽ വന്നിട്ടില്ല. ഇതിങ്ങനെ ഏതോ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പോകുന്ന റൂട്ടാണ്. അങ്ങനെ ഏലപ്പാറ റൂട്ടിലോട്ട് കയറി. ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. റോഡ് അടിപൊളിയാണ് കേട്ടോ. ഈ ഏലപ്പാറ റൂട്ട് എനിക്ക് വന്ന് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. നല്ല സെറ്റായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. മേമല, ഓക്കെ. ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് 3.8 കിലോമീറ്ററാണ് നമ്മുടെ ഈ പറഞ്ഞ എസ്റ്റേറ്റിൻ്റെ അങ്ങോട്ടുള്ള ദൂരം. ഒരു ഇൻസ്റ്റാഗ്രാം റീൽ വിശ്വസിച്ചങ്ങ് പോവാണ്. കയറ്റി വിടുമെന്തോ, എന്തായാലും ചെന്ന് നോക്കാം. ടൈഫോഡ് എസ്റ്റേറ്റ് മേമല. ഈ സ്ഥലത്തിൻ്റെ പേര് മേമല എന്നാണ് കേട്ടോ.
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റോഡ് മെയിൻ്റനൻസ് ചാർജസ് കളക്ഷൻ പോയിൻറ്റ് 2 and 3 വീലേഴ്സ് 200. എൻ്റെ മോനെ, പ്രൈവറ്റ് റോഡ്. ഓക്കെ, എന്താണേലും പോയി നോക്കാം. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ, നല്ല കിടിലൊരു എസ്റ്റേറ്റാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഇല്ലേ? ആ, അതെങ്ങോട്ടോ ഇങ്ങോട്ടോ? എന്തോ? ആ, ശരി എന്നാ പോയിട്ട് വരാം. ആ ആ ആ ശരി. ഇങ്ങോട്ട് വരണമെങ്കിൽ, അതായത് ഏലപ്പാറ റൂട്ടിൽ മേമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് കയറി ഒരു 3 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ എത്തും. ചെക്ക് പോസ്റ്റിൽ നിന്ന് പിന്നെ ഒരു 3.5 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത്. അപ്പോൾ ബൈക്കിനൊക്കെ 200 രൂപയാണ് കേട്ടോ. നമ്മളെന്നാലും പോയി നോക്കുവാണ്, എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ലോ. ഇതേ റൂട്ടിൽ തന്നെ ഉറുമ്പിക്കരയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു. 4 വീലേഴ്സിനൊക്കെ 500 രൂപയാണ് കേട്ടോ. മതാമക്കുളം പോവാം, ഈ ഉറുമ്പിക്കര ഓഫ് റോഡ് താല്പര്യമുള്ളവർക്ക് അങ്ങോട്ടും പോകാം. പിന്നെ ഒരു വ്യൂ പോയിൻ്റ് ആണുള്ളത്. അപ്പോൾ ഒരു 3 കിലോമീറ്റർ നല്ല റോഡാണ്, അതിനുശേഷം ഓഫ് റോഡാണെന്നാണ് ചേച്ചി പറഞ്ഞത്. ഇവിടെ ഒരു അമ്പലവും ചെറിയൊരു ലേക്ക് പോലൊരു സെറ്റപ്പും, പിന്നെ അതേ ടൈഫോയിഡ് ടീ ഫാക്ടറി, അടിപൊളി. പക്ഷേ ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം, നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണെന്നാണ്. ഇത് ടീ ഫാക്ടറിക്കുള്ള റൂട്ടാണ്. പെട്ടല്ലോ നാഥ. ചേട്ടാ, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഇല്ലായിരുന്നോ? ആ റൂട്ടാ? ഓക്കെ, ഇത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. വ്യൂ പോയിന്റ് ഇങ്ങോട്ടാണോ? ആ, പാസ് എടുത്താലോ? ആ, പെട്ട്. ലെഫ്റ്റാ റൈറ്റാ? ഒന്നുമില്ല. അങ്ങോട്ടാണോ? ആ ശരി, എന്നാൽ ഇതായിരിക്കും. ഇങ്ങോട്ടോ? എങ്ങോട്ടോ? ചേല. ഓക്കെ, ശരി ശരി. എങ്ങോട്ടാണോ ഈ റൂട്ട് പോകുന്നതോ? ഇത് തന്നെ ആ റൂട്ടെന്ന് തോന്നുന്നു. ചെറിയ റിവർ ക്രോസിംഗ് ഒക്കെ, ഇതൊക്കെ ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. റിവർ ക്രോസിംഗ് അല്ല, അരുവി ക്രോസിംഗ്. ഇവിടെ റിസോർട്ടുകൾ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി ഇവിടെ വെച്ചിട്ട് കുറച്ച് നടന്ന് കയറി നോക്കുവാണ്, അതെങ്ങോട്ടാണ് വഴിയെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇവിടെ ഒരു ജീപ്പ് പോയ പാടൊക്കെ കിടപ്പുണ്ട്. നമുക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ചെയ്യാനും കാര്യങ്ങളെല്ലാം ഉണ്ട്, ചെയ്യാൻ പറ്റും. എന്തോ ചായ അടിപൊളി. അടിപൊളി. ശരി എന്നാ, പോട്ടെ, കാണാം. ശരി.
അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ വണ്ടി എടുത്തിട്ട് പോയിട്ട് ഒരു ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്പോട്ടിലെത്തി. ഞാനവിടെ ലോക്കായിപ്പോയി. ലോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഒരു സൈൻ ബോർഡോ ഒന്നുമില്ല, എവിടെയാണ് വ്യൂ പോയിൻ്റ് എന്നോ ഉള്ളൊരു സൈൻ ബോർഡോ ഒരു കാര്യമില്ല. കാര്യം പറഞ്ഞ് ബൈക്കിന് 200 രൂപയാണ് മേടിക്കുന്നത്, കാറിനൊക്കെ 500 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു സൈൻ ബോർഡ് എങ്ങനെ വെക്കുമായിരുന്നു നന്നായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഓഫ് റോഡിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ കുറച്ച് നേരം കൺഫ്യൂസ് ആയിട്ട് നിന്നു. ഞാൻ ആദ്യമേ ഒന്ന് ജസ്റ്റ് ട്രക്ക് ചെയ്ത് നടന്നു പോയാലേ നോക്കി. പിന്നെ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് അവിടെയെങ്കിലും ഒരു മനുഷ്യനെ പോലും കാണാനില്ലായിരുന്നതുകൊണ്ട് ഞാൻ പയ്യ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ തിരിച്ച് വണ്ടി എടുത്ത് പോകുന്നപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ 2 പേര് നിൽക്കുന്ന കണ്ട്. അപ്പം ഞാൻ വഴി വയ്ക്കാമെന്ന് വിചാരിച്ച് നിർത്തിയാണ്. അതെന്തായാലും നന്നായി. അപ്പോൾ അവർ അവിടെ ഒരു 10 സ്റ്റേ നടത്തുന്നുണ്ട്. ആ 10 സ്റ്റേയുടെ കെയർ ടേക്കർമാരായിരുന്നു അവർ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണ്ട, ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വഴി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പുറകിൽ തന്നെ ഒരു വ്യൂ ഉണ്ട്, ആ സെയിം വ്യൂ തന്നെയാണ്. പക്ഷേ ഒരു വാട്ടർഫോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ബാക്കിയെല്ലാം കാണാമെന്ന് പറയാം. ഉണ്ണി എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നെ കൊണ്ട് ഇങ്ങനെ 10 സ്റ്റേ ഉള്ള ഭാഗത്തേക്ക് പോയി. അവിടെ ഒരു കിടിലം വ്യൂ ആയിരുന്നു, ഒന്നും പറയാനില്ല. നല്ല പൊളി വ്യൂ. എനിക്കത് വാഗമണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അത്. അങ്ങനെ ആ വ്യൂവിൻ്റെ അവിടെ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതെന്തായാലും നിങ്ങളിപ്പോൾ പോയി ഒന്ന് കണ്ടിട്ട് വാ, അതിന് ശേഷം ഞാൻ ബാക്കി പറയാം. ടെൻ സ്റ്റേയിൽ താമസിക്കാൻ പെർ ഹെഡിന് 1500 റുപ്പീസാണ്. അപ്പോൾ അത് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാം. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിൽ മേമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ടൈഫോയ്ഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്, പ്രൈവറ്റ് എസ്റ്റേറ്റാണ്. അപ്പോൾ അവരുടെ അവിടെ 200 രൂപയുടെ പാസ് എടുത്തിട്ട്, ബൈക്കിനാണെങ്കിൽ കാറിനാണ് 500 രൂപയുടെ പാസ് എടുത്തിട്ട് വീണ്ടും ഏകദേശം ഒരു 5 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യാനുണ്ട്. അതിൻ്റെ നമ്പറൊക്കെ എന്നാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ ആ 2 പേരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു പെരുമാറ്റമായിരുന്നു. ഞാൻ ജസ്റ്റ് കസ്റ്റമർ പോലുമില്ല, അവരുടെ ഒരു ഗസ്റ്റ് പോലുമില്ല. പക്ഷേ അവർ പറഞ്ഞ് വന്ന് കണ്ടിട്ട് പൊക്കോളം പറഞ്ഞ്, കൂടാതെ പോരാൻ നേരം ആ പുള്ളി ഉണ്ണി എന്ന് പറഞ്ഞ പുള്ളി എനിക്കൊരു ചായയൊക്കെ ഇട്ട് തന്നു. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നമ്മൾ പോയ കാര്യം നടന്നില്ല, പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. നമ്മൾ വാഗമൺ റൂട്ടിലോട്ട് കയറി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മിക്കവാറും വാഗമണിലൊന്നും നിർത്തത്തില്ല, തിരക്കാണെങ്കിൽ താല്പര്യമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ റൈഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും പുതിയ റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ. ചെറിയൊരു പണി കിട്ടി, വണ്ടി ഓഫായി പോയിരിക്കുകയാണ്. എന്താ സംഭവിച്ചെന്നൊരു ഐഡിയ ഇല്ല.